മാലക കണ്ണടയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം സ്പൈ വർക്കും തന്നെ. ആഹാ, ഇത് വെറും ഒരു നോർമൽ പവർ ഗ്ലാസ് ആണ്. ഇതൊന്നും അനീഷ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ AI ഗ്ലാസ്, ക്യാമറ ഗ്ലാസ് ഉപയോഗിച്ച് അതീവ സുരക്ഷാ മേഖലയിൽ കടന്നുകൂടിയ ഒരു വ്യക്തിയുടെ വാർത്ത വായിച്ചെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഇത്രയും സുരക്ഷ ഉണ്ടായിട്ടും ഈ കണ്ണാടി ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഇത്രയും സുരക്ഷയുള്ള അമ്പലത്തിൽ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. അത് ഈ സാധാരണ ഒരു മെറ്റൽ ഡിറ്റക്ടറിൽ ഈ ഇങ്ങനെയുള്ളൊരു കണ്ണടകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമറകൾ ഡിറ്റക്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അതാണ് കൂടുതൽ അറിയേണ്ടത്. അനീഷിനാണെങ്കിൽ കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് റിസർച്ച് നടത്തുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇത്, എന്താണ് സംഭവം? അതായത് നമ്മൾ പണ്ടൊരു സിനിമയുണ്ട്, മോഹൻലാലിന്റെയും മറ്റേ നാദിയ മൊയ്തുടെയും ഒരു സിനിമയുണ്ട്. അതില് ഈ കണ്ണട വെച്ച് നിങ്ങൾ നഗ്നമായിട്ട് കാണുന്നത് എന്നൊക്കെ നമ്മൾ വളരെ തമാശ, ഇങ്ങനെ ഒരു കണ്ണടയില്ല എന്ന് പറയുന്ന പോലെ ഇന്ന് കണ്ണടയിൽ തന്നെ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർ അറിയാതെ അവരുടെ ദൃശ്യങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ പകർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് സംഭവം? ഈ സ്പൈ ക്യാമറകൾ ആദ്യമായിട്ടല്ല, ഒരുപാടുണ്ട്, പണ്ട് മുതലേ ഉണ്ട് സ്പൈ ക്യാമറകൾ. നമ്മൾ കണ്ടിട്ടില്ലേ, പേനയിലെ ക്യാമറ, ഈ ബട്ടണിലെ ക്യാമറ, സ്പൈ ക്യാമറ പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ മെറ്റയുടെ ഈ AI ഗ്ലാസ് വന്നപ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്ട് ചെയ്യാം, ഇന്റർനെറ്റിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം, ഫോൺ യൂസ് ചെയ്ത് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാം, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു ടെക്നോളജി, AI ടെക്നോളജി വളർന്നപ്പോഴാണ് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ, ആരും അറിയാതെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള പ്രശ്നങ്ങൾ വന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ ആ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ കൊണ്ട് കയറിയപ്പോൾ, കണ്ണാടി വെച്ച് ഈ ക്യാമറ കൊണ്ട് കയറിയപ്പോൾ പോലീസുകാരന് ഒരു ഡൗട്ട് തോന്നി. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കാരണം മറ്റുള്ളവരെ വീഡിയോ എടുക്കുമ്പോൾ അവരെ പ്രൈവസി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ്സിലൊരു റെഡ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ കണ്ടിട്ടാണ് ആ പോലീസുകാരന് എന്തോ ഒരു ഡൗട്ട് തോന്നി. അല്ലാതെ നമ്മുടെ മെറ്റൽ ഡിറ്റക്ടറിലൊന്നും ഇത് ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഇല്ല, ഇപ്പോൾ ഉള്ള മെറ്റൽ ഡിറ്റക്ടറിലൊന്നും ഇങ്ങനെയുള്ള സ്പൈ ക്യാമറകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരത്തിലുള്ള ക്യാമറകൾ കൊണ്ടുപോയാലും അതിന്റെ ലൈറ്റ് കത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ള സിഗ്നൽ അനുസരിച്ചുള്ള ബീപ്പ് സൗണ്ട് കേൾക്കുമെന്ന് തോന്നുന്നു അല്ലെ? ഇതിന്റെ അല്ല, സൗണ്ട് ഒന്നുമില്ല, റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ വരും. നമ്മുടെ ഡിവൈസിലല്ല, നമ്മുടെ കയ്യിലുള്ളതല്ല, അവരുടെ മെറ്റൽ ഡിറ്റക്ടറിൽ കേൾക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. അത് നോർമലി കൊണ്ട് കയറുമ്പം സൗണ്ട് കേൾക്കും, പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല. ഇപ്പം അത്രയും ഹെവി മെറ്റൽ കൊണ്ട് കയറുമ്പോഴേ വലിയൊരു ബീപ്പ് സൗണ്ട്. ഇതിൽ എത്രത്തോളം ക്ലാരിറ്റിയോടെയാണ് പിക്ചർ ഒക്കെ കിട്ടുന്നത്? ഇത് എന്താണ് സംഭവം? ഇത് AI മെറ്റ ക്യാമറയുള്ള ഒരു സാധാരണ ഇതാണ്. എത്ര രൂപയാണ് സാധാരണ ഒരു കണ്ണാടി? ഇത് 30 തൊട്ട് 35,000 രൂപയാണെന്ന് തോന്നുന്നു അതിന്റെ വില വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ, ഭയങ്കര ഒരു എമൗണ്ട് ഒന്നും ഇല്ല. ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതില് 12 MB ഒരു ക്യാമറ അതിൽ വെച്ചിട്ടുള്ളത്. നമുക്കിത് ഹാൻഡ്സ് ഫ്രീ ഫോൺ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഹേ മെറ്റാന്ന് വിളിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യും. നമ്മുടെ ഇത് ഓർഡറിനനുസരിച്ച് അത് കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ഉണ്ട്. ഈ ചെവിയുടെ ഈ സൈഡിൽ തന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, ഫ്രണ്ടില് 2 സൈഡിൽ ക്യാമറ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്യാമറ വരിക ഈ 2 സൈഡിലാണ്. ഒരു പോയിന്റ് പോലെ വന്നാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ശ്രദ്ധിച്ച് നോക്കിയാലേ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ റെക്കോർഡർ ആണെന്ന് മനസ്സിലാക്കാൻ ഇൻഡിക്കേറ്റർ കത്തും. ഇതിപ്പോഴ് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം പോലീസുകാർ നിരന്തരം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലും ഇവർ ഇത്രയും ഇതായിട്ട്, ഒരു പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു മോഷണ ശ്രമം ആഗ്രഹിക്കുന്നവരോ അതല്ല എങ്കിൽ മറ്റേ ഏതെങ്കിലും, ഇതിപ്പോ കൊണ്ടുപോയിരിക്കുന്ന ഗ്ലാസിന്റെ കമ്പനി റെയ്ബയാണ്, ഭയങ്കരമായിട്ട് അതിന് ഇപ്പൊ ഒരു പ്രചാരം ലഭിച്ചു എന്ന് തോന്നുന്നു. ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലല്ലേ? തീർച്ചയായിട്ടും മിസ്യൂസ് എന്നാണ്. നമുക്കിപ്പം ഫോൺ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിസ്യൂസ് ഏത് ഡിവൈസും, ഇലക്ട്രോണിക് ഡിവൈസ് ഇപ്പം നെറ്റായിട്ട് കണ്ടിട്ട് ഏത് ഡിവൈസ് യൂസ് ചെയ്താലും മിസ്യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷെ ഇതിൽ ഇപ്പം മിസ്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ, കാരണം ആ ഒരു ഫൂട്ടേജ് ഒക്കെ എടുക്കണം. കാരണം നോർമലി നമുക്ക് ഫോൺ കൊണ്ട് കയറാനോ ക്യാമറ കൊണ്ട് കയറാനോ അമ്പലത്തിൽ കയറാൻ പറ്റില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പൊ ആരും അറിയാതെ കുറച്ച് ഫൂട്ടേജ് എടുക്കാം, വീഡിയോ എടുക്കാം, സോഷ്യൽ മീഡിയ ഇടാം എന്നൊക്കെ. സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാലും പുള്ളിക്ക് പ്രശ്നമാണ്. ഇതില് ഇയാള് റെക്കോർഡ് ചെയ്യുന്ന സാധനം മറ്റൊരു സ്ഥലത്തിരുന്ന്, ഒരു പക്ഷെ നമ്മൾ എന്താണ് പുള്ളിയുടെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് ചെയ്തത്. സാധാരണ രീതിയിൽ എടുത്താലും ഇവിടെ കാണിക്കുന്ന സാധനം ഇവർക്ക് മറ്റൊരു സ്ഥലത്തിരുന്ന് കാണാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടോ? ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. ഫേസ്ബുക്കിൽ ഡയറക്റ്റ് ലൈവ് സ്ട്രീം ചെയ്യാം ഗ്ലാസ് ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും ഇത് ഒരു തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇദ്ദേഹത്തെ അതിലോട്ട് കയറ്റി വിട്ടതെന്ന് നമുക്ക് സംശയിക്കാം. അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന്. ഇപ്പം അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി ജാമ്യത്തിൽ വിട്ടെന്നല്ലേ പറയാം, വേറെ അസുഖമൊന്നും കണ്ടില്ല, അതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടെന്നല്ലേ പറയുന്നത്. അപ്പം ദുരുദ്ദേശമായിരിക്കില്ല, പുള്ളി ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും ചെയ്തത്.
ഇത് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോ തരത്തിലും മറ്റുള്ളവർ ഒരാളുടെ മുന്നിൽ നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യകതയുണ്ടല്ലോ ഇതുപോലുള്ള സ്പൈ ക്യാമറകൾ ഉള്ളപ്പോൾ. ഇപ്പൊ സ്പൈ ക്യാമറ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ വീഡിയോ ആരൊക്കെ എടുക്കുന്നു നമുക്ക് ഒരു ഇതും കിട്ടത്തില്ല. ഇപ്പം ഈ റീൽസ് ഒക്കെ എടുത്തപ്പോൾ കണ്ടില്ലേ, ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞുകൊണ്ട് റീൽ എടുത്തു തുടങ്ങുകയാണ്. പ്രൈവസിയിലൊന്നും ഇപ്പൊ ഒരു ഇതും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു പ്രൈവസി മാറ്റർ ആണോ? ഇതിങ്ങനെ ഒരു കാര്യങ്ങൾക്ക് നിയന്ത്രണം, അതായത് ഈ ക്യാമറ വാങ്ങുന്നത് മുതലുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടോ? പ്രൈവസി ഇപ്പം നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഈ ഡിവൈസ് എല്ലാം നിയന്ത്രിക്കേണ്ടി വരും, ഫോൺ ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ടി വരും. ഇതിലൊരു പ്രൈവസി മാറ്റർ വരുന്നില്ല. പക്ഷെ യൂസ് ചെയ്യുന്നത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ടെക്നോളജി വളർന്നു വരെ അല്ലേ, ടെക്നോളജി വളർന്നു വരെയാണ്. അപ്പം നമുക്ക് ഇപ്പം ഫോണ് ഇനിയപ്പോൾ അധികം ഫോണിന്റെ കാലം പോകും, ഇതുപോലുള്ള ഗ്ലാസ്സുകൾ വരും. നമുക്ക് കൈയൊന്നും പ്രവർത്തിക്കാതെ തന്നെ നമുക്ക് നടന്നു പോയാൽ മതി, നമ്മളൊന്ന് പറഞ്ഞാൽ മതി, കാര്യങ്ങൾ അങ്ങ് നടക്കും. ഇത് എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയോ? ഇതിപ്പോ സോഷ്യൽ മീഡിയ കണ്ടന്റ്, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഡയറക്റ്റ്ലി തന്നെ നമുക്കൊരു സാധനം ഇത് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്ത് ഡയറക്റ്റ്ലി തന്നെ അപ്പോഴേ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ അപ്പ് ചെയ്യാം. അതല്ല, അതായത് നമ്മുടെ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷിത പ്രദേശമാണ്, റെയിൽവേ സ്റ്റേഷനുകൾ സുരക്ഷിത പ്രവേശനമാണ്, പിന്നെ സെക്രട്ടേറിയറ്റ് പോലുള്ള ഭരണ ചുമതലയുള്ള സ്ഥലങ്ങൾ, ഇവിടെ ഒന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയുണ്ട്. അല്ല, ഇപ്പൊ അങ്ങനെ ഒരു നിയമം ഇല്ല. നിയന്ത്രിതമായ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, അതായത് മൊബൈലിന് അപ്പുറമുള്ള ക്യാമറകൾക്കൊക്കെ എല്ലാത്തിനും പെർമിഷൻ വാങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. ഇതാകുമ്പോൾ ആർക്കും അറിയാതെ പോകുന്നത് കൊണ്ടാണ് പെർമിഷന്റെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്താത്തത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പുള്ളി കയറി പോകുന്നു, പോലീസുകാർക്ക് പോലും ഡിറ്റക്ടിങ് സംവിധാനങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഡിക്കേഷൻ, ഒരു സൈൻ കാണുമ്പോൾ, റെഡ് ലൈറ്റ് കത്തുമ്പോൾ മാത്രം ഒരു പോലീസുകാരന് തോന്നുന്ന ഒരു ഡൗട്ടിൽ നിന്നാണ്. അതല്ലായിരുന്നെങ്കിൽ ഏത് തീവ്രവാദിക്കും ഏത് കള്ളനും അകത്ത് കയറി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു നല്ലൊരു ഗ്രാഫ് നോക്കി അവർക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇത് എവിടെയൊക്കെ കൊണ്ടുപോകാം, എവിടെയൊക്കെ പാടില്ല, ഇതൊക്കെ അങ്ങനെയുള്ളൊരു നിയന്ത്രണങ്ങളൊക്കെ വരേണ്ടതിന് അല്ലെങ്കിൽ ഉണ്ട്, അതിന് പ്രവർത്തിയാകേണ്ട ആവശ്യം. ഇപ്പൊ ഇങ്ങനെ ഈ ഗ്ലാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈ അങ്ങനെ ഒരു ഇതിനു വേണ്ടി ഒരു നിയന്ത്രണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നിയന്ത്രണം വേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും സുരക്ഷിതമായിട്ടുള്ള മേഖലയിൽ ഇപ്പം ആരെന്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ഈ ഗ്ലാസ് ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് നമ്മൾ അറിയുന്നില്ല. അപ്പം തീർച്ചയായിട്ടും നിയന്ത്രണം വേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒഴിവുകൾ ഒരുപാട് കിടക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒഴിവുകൾ, പോലീസിന് വേണ്ടിയിട്ടുള്ള ഒഴിവുകൾ ഒരുപാടുണ്ട്. അപ്പം എത്രയോ ലക്ഷം കോടിയുടെ സ്വത്താണ് അവിടെ ഉള്ളത്. അപ്പം ആ ഒരു മേഖലയിൽ കുറച്ചുകൂടെ സുരക്ഷ കൂട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു. പിന്നെ ഇതിൽ കിട്ടുന്ന പിക്ചറിനുള്ള ഒരു ക്ലാരിറ്റി എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞെങ്കിലും 15 MB അല്ല 12 MB ക്യാമറയാണ് ഇതിലിപ്പോ ഉള്ളത്. 4K നമ്മുടെ HD ഒക്കെ കിട്ടും, വീഡിയോ കിട്ടും, HDയും 4K വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും നല്ല കപ്പാസിറ്റി ഉള്ള സാധനം തന്നെയാണ് ഈ ഇരിക്കുന്നത്. വെറും 30,000 രൂപയേ ഉള്ളൂ. 30 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ലൈവ് സ്ട്രീം വരെ ചെയ്യാം. മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് അറിഞ്ഞതിനപ്പുറത്തുള്ള പ്രത്യേകതകൾ ഈ ഒരു കണ്ണാടിയുടെ? വേറെ പാട്ട് കേൾക്കാം, നമുക്ക് വോയിസ് കൺട്രോൾ ആണ്, നമുക്ക് പാട്ട് കേൾക്കാം. നമുക്ക് മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോൾ ഹെഡ്സെറ്റ് ഇല്ല. ഈ ഇതിന്റെ ഈ ലിവറിന്റെ ബാക്ക് സൈഡിൽ തന്നെ സ്പീക്കർ അവിടെ തന്നെ കൂടുതൽ കാണാൻ കഴിയില്ല. ഇല്ല, അതാ ഈ ഹാൻഡിലിന്റെ ബാക്ക് സൈഡിലാണ് സ്പീക്കർ വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇത് വെക്കുന്നതിന്റെ ഈ സൈഡ്, ആ സൈഡിൽ അതിന്റെ താഴ്ഭാഗത്ത് സ്പീക്കർ വരും. ഇവിടെ താഴ്ഭാഗത്ത് ഇവിടെ ക്യാമറ, ഇവിടെ സ്പീക്കർ വരും. അതിന്റെ താഴ്ഭാഗത്ത് സ്പീക്കർ വരും, ഇവിടെ സ്പീക്കർ വരും. നമുക്ക് നമ്മുടെ മൈക്ക് എവിടെയാ വരുന്നത്? ഇതിനോടുള്ള ഇൻസ്ട്രക്ഷൻ മൈക്ക് ഇവിടെ പല മൈക്കുകള് ഇതിന്റെ സൈഡിൽ പല 5 മൈക്ക് വരെ ഉണ്ട് വോയിസ് കൺട്രോളിന് വേണ്ടിയിട്ടും. നമ്മുടെ മുന്നിലുള്ള ഇത് വീഡിയോടൊപ്പം തന്നെ ഇതില് ഇതും ക്യാപ്ചർ ചെയ്യും. ഇതാണ്, അതായത് ഇതൊരു ഈ ഒരു സ്പൈ ക്യാമറ ഉള്ളൊരു കണ്ണാടി ആണെങ്കിൽ ഈ 2 ഭാഗത്തുമാണ് ഇതിന്റെ ഇത് വരിക, എന്താണ് ക്യാമറ വരിക, പിന്നെ ഇവിടെ സ്പീക്കർ വരുന്നു. ഇവിടെ ആയിരിക്കും ഇതിന്റെ നമ്മുടെ ഇവിടെ സ്പീക്കർ വരുന്നത്, ഇവിടെ ഇവിടെ സ്പീക്കർ വരുന്നു, ഇവിടെ മൈക്ക് വരുന്നു. അതായത് വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം. ഇറങ്ങിയിട്ട് എത്ര വർഷമായി ഈ കണ്ണാടി മോഡലുള്ള സ്പൈ ക്യാമറ? മറ്റേ പെന്നും ബട്ടണും ഒക്കെ നമ്മൾ പണ്ടേ കേൾക്കുന്നുണ്ട്, നമ്മൾ വാർത്താ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം കൂടെയാണ് ഇത്. ഇതിപ്പം 2-3 വർഷത്തിനകത്ത് ആവേ ഉള്ളൂ ഒരു ടെക്നോളജി ഇറങ്ങി. AI വന്നതിന് ശേഷമാണ് ഈ ഒരു ടെക്നോളജി. ഇപ്പൊ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജാഗ്രത പുലർത്തേണ്ട ആവശ്യമുണ്ട്, ഓരോ സംവിധാനങ്ങളും ജാഗ്രത പുലർത്തേണ്ട ആവശ്യമുണ്ട്. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ട സാധനങ്ങൾക്കായാണ്, അല്ലെങ്കിൽ നിയന്ത്രിതമായി തന്നെ വേണ്ട രീതിയിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അനാവശ്യമായി ഈ സുരക്ഷാ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിന് പെർമിഷനൊക്കെ എടുക്കണം. ക്യാമറ പോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ്
ഏതെങ്കിലും തരത്തിൽ അവിടെയുള്ള ഡേറ്റ ചോർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ്. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഈ സംഭവം ഒരുപക്ഷെ അതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനിടയുള്ള പല സാഹചര്യങ്ങളിലേക്കും കൊണ്ട് സർക്കാരിനെ അങ്ങനെ ഒരു കണ്ണു തുറപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? അതെ, തീർച്ചയായും.